ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഈശ്വര രക്ഷിക്കണേ. വീടിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം. നല്ല വീട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മോന്റെ ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹമായിരുന്നു വീടിന്റെ വീട് വേണം. നമുക്ക് വീടില്ലാതെ പറ്റൂല. ഉപദ്രവിക്കല്ലേ, ഞമ്മളൊരു കിനാവ് കാണാണ്. പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ. അപ്പൊ നമ്മള് KFC ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പൊ നമ്മള് KFC കഴിക്കുകയാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട, എന്റെ ഒരു സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ ലെഗ് പീസ് തന്നെ വേണേ. തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ. തിയേറ്ററിൽ പോയിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല. ഒരു ദിവസം മീൻകറി, പിന്നെ മുട്ടക്കറി, ഇറച്ചിക്കറി, കോഴിക്കറി. കോഴി എന്നൊക്കെ പറയുന്നത് അപ്പുറത്തെ പറമ്പില് ജീവനോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. കടിച്ച് മുറിക്ക്. ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത്. സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. എന്നാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് KFC കഴിക്കുന്നത്. KFCയും കുഴിമന്തിയും ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത്രയും നാള് കഴിക്കാൻ വേണ്ടി ഇനി കഴിക്കാലോ അല്ലേ? അരമണിക്കൂറും കൂടെ നോക്കാം, എന്നിട്ട് പോരെ. എങ്ങനെയുണ്ട്? സാധാരണ കഴിക്കുന്ന ചിക്കൻ പോലെ കുഴിമന്തിനെ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ പറയാൻ പറ്റണില്ല, അറിയാൻ മേല. എന്തുവാടാ ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങളിത് തിയേറ്ററും പോയിട്ടില്ല. അതെ, തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ. മന്തി കഴിച്ചിട്ടില്ല. കടിക്ക്, കടിച്ച് മുറിക്ക്. കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഇതിനകത്ത് ഇവരെ തെറി വിളിച്ചിട്ട് എന്താണ് കാര്യം? ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. ഒരുത്തിനെ പൊക്കിക്കൊണ്ടുവരാനും ചവിട്ടി താഴേക്കിടാനും നമ്മള് മലയാളികളെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആളുകൾ 100% ഞാൻ യോജിക്കുന്നു. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ശരി, അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല കൈ, തീരെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി. ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല, എനിക്ക് അതാ പേടി. മാക്സിമം ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ, നീ കഴിഞ്ഞ ജന്മത്തിൽ എന്താ പുണ്യം ചെയ്തിട്ടുണ്ടാ? അന്നും ഇന്നും എന്നും എല്ലാം ഒരേപോലെ. അപ്പൊ നമ്മള് കനാലിലെ വെള്ളത്തിൽ നിന്ന് തണ്ണിമത്തം കഴിക്കുവാണ്. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു തണ്ണിമത്തം കഴിച്ചപ്പോ കനാലിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമ്മളിപ്പോ കനാലിൽ തണ്ണിമത്തം കഴിക്കാനേ നമുക്കങ്ങ് സുഖിക്കണം. എടാ നൂറേ, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല. അതെ, ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും വിഷമിക്കാറില്ല. വിഷമങ്ങളും ദുഃഖങ്ങളും വെച്ചോണ്ടെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം കനാലിലെ വെള്ളത്തിൽ ഒഴുക്കി വിടും. അതെ.